അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 16-ാമത്തെ പേജാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തൊട്ട് മുമ്പുണ്ടായ പേജുകളിൽ ഐമൻ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി അവൻ്റെ കൂട്ടുകാർ ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത സംഭവമാണ് പറഞ്ഞു വന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടു പോയ ഐമന് വേണ്ടി അവൻ്റെ സ്കൂളിലെ കൂട്ടുകാരാണ് അവന് വേണ്ടി വീട് നിർമ്മിച്ചത്. ആ വീട് ഈ കുടുംബത്തിനെ കൈമാറുന്ന ചടങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയാണ് നടത്തിയത്. തുടർന്നാണ് ഈ ഭാഗം വരുന്നത്. വായിക്കാം. ഫിൽ മസാഇ, വൈകുന്നേരം, വസല ഹംദാൻ, ഹംദാൻ എത്തി, ഇലൽ ബൈത്തി, വീട്ടിലേക്ക്, മസ്റൂറൻ, സന്തോഷവാനായിക്കൊണ്ട്. ഹംദാൻ എന്ന പേര് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അരീഫുൽ മദ്രസയാണ് ആ സ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നു ഹംദാന്. അവൻ ആ പരിപാടിയിൽ നന്ദി പ്രകാശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഹംദാൻ അന്നത്തെ ആ പരിപാടിക്ക് ശേഷം വീട്ടിലേക്ക് വന്നു. കാനത്ത് ഉമ്മുഹു, അവൻ്റെ ഉമ്മ ആയിരുന്നു, കാനത്ത് ആയിരുന്നു, ഉമ്മ ഹു അവൻ്റെ ഉമ്മ, ജാലിസത്തൻ ഇരിക്കുകയായിരുന്നു, ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിൻ്റെ പൂമുഖത്ത്, വീടിൻ്റെ മുൻവശത്ത് തന്നെ ഉമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാറ ബൈനഹുമ ഹിവാർ, അങ്ങനെ അവർക്കിടയിൽ ഒരു ഹിവാർ സംഭാഷണം നടക്കുകയാണ്. നുക്മിലുൽ ഹിവാറ ബി മുസാഇദത്തിൽ കലിമാത്തി ഫിൽഹാന, ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹിവാർ പൂരിപ്പിക്കേണ്ടത്. എന്തൊക്കെയാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തത് ഫി തമാമി സാഅത്തിർ റാബിഅ, ഫി തമാമി സാഅത്തിർ റാബിഅ, കൃത്യം 4 മണിക്ക്. രണ്ടാമത്തത് അൽഖൈതു കലിമത്ത ശുക്ർ, അൽഖൈതു കലിമത്ത ശുക്ർ, ഞാൻ നന്ദി പ്രസംഗം നടത്തി. മൂന്നാമത്തത് കൈഫ കാനൽ ബർനാമിജ്, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? കൈഫ കാനൽ ബർനാമിജ്, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നമുക്കിനി ഹിവാർ പൂരിപ്പിക്കാം. ഹംദാന് എന്താണ് പറഞ്ഞത് എന്ന് കൊടുത്തിട്ടില്ല. ഉമ്മ മറുപടി കൊടുത്തിരിക്കുന്നത് വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നമുക്ക് ഹംദാൻ എന്തായിരിക്കും പറഞ്ഞത് എന്നറിയാം. അസ്സലാമു അലൈക്കും. സലാം അടക്കിയതിന് ശേഷം ഉമ്മ എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമായി ഹംദാൻ പറഞ്ഞിരിക്കുന്നത് ജയ്യിദ് ജിദ്ദൻ, വളരെ നന്നായിരുന്നു എന്നാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചത് എങ്ങനെയായിരുന്നു പരിപാടി? അത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? കൈഫ കാനൽ ബർനാമിജ് ജയ്യിദ് ജിദ്ദൻ, വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ വേറെന്തോ ഒരു കാര്യം ഹംദാൻ പറയുന്നുണ്ട്. അതിന് ഉമ്മ പറയുന്ന മറുപടി മാഷാ അള്ളാ അൻത മുംതാസ് എന്നാണ്. മാഷാ അള്ളാ അൻത മുംതാസ്, നീ വളരെ ഉഷാറാക്കിയിട്ടുണ്ടല്ലോ, നീ വളരെ നന്നായിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹംദാൻ പറഞ്ഞിട്ടുണ്ടാവുക അൽഖൈതു കലിമത്ത ശുക്ർ, ഞാൻ നന്ദി പ്രകാശനം ചെയ്തു, നന്ദി പ്രസംഗം നടത്തി എന്നായിരിക്കും ഹംദാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടി പുതുതായിട്ടൊരു കാര്യം ചെയ്തപ്പോൾ അതിൻ്റെ ആവേശത്തിൽ അത് ഉമ്മയോട് പറയുകയാണ്. അപ്പം ഞാൻ നന്ദി പ്രസംഗം നടത്തി എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ഉമ്മ പറയുന്നത് മാഷാ അള്ളാ അൻത മുംതാസ്, നീ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നത്. എന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ് മത്താ വസ്വലൽ വസീർ, എപ്പോഴാണ് വസീർ എത്തിയത്, മന്ത്രി എപ്പോഴാണ് എത്തിയത്? അവിടെ ചേർക്കാവുന്ന എപ്പോഴായിരിക്കും മന്ത്രി എത്തിയത് എന്ന ചോദ്യത്തിന് കൊടുക്കാവുന്ന ഉത്തരം നമുക്കിവിടെ ഉണ്ട്. ഫി തമാമി സാഅത്തി റാബിഅ, കൃത്യം 4 മണിക്ക് തന്നെ മന്ത്രി എത്തിയിട്ടുണ്ട്. ഫി തമാമി സാഅത്തി റാബിഅ. പിന്നെ ഉമ്മ ചോദിക്കുകയാണ് മൻ ഷാറക്ക ഫിൽ ബർനാമിജ് സിവാഹു, മൻ ഷാറക്ക, ആരാണ് പങ്കെടുത്തത്, ഫിൽ ബർനാമിജ് പരിപാടിയിൽ, സിവാഹു അദ്ദേഹത്തെ കൂടാതെ വേറെ ആരൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്.
നമുക്ക് ടെക്സ്റ്റിൽ കലക്ടർ പങ്കെടുത്തിട്ടുണ്ട്, MLA പങ്കെടുത്തിട്ടുണ്ട്, നാദിറുൽ മദ്രസ പങ്കെടുത്തിട്ടുണ്ട്, ഹെഡ് ടീച്ചർ. അപ്പോൾ അവരൊക്കെ നമുക്കിവിടെ ചേർക്കാം. ആരൊക്കെയാണ് പങ്കെടുത്തത്? ഉളൂവത്തുൽ മജ്ലിസി തശ്രീഇയ്യ്, മുദീറുൽ മുഖാത്തഅ, റഈസത്തു മജ്ലിസിൽ ഖറിയ, വനാദിറുൽ മദ്രസ. ഇത്രയും ആളുകളാണ് അവിടെ പങ്കെടുത്തത്. ഇനി ഉമ്മയും മകനും തമ്മിൽ കൊടുക്കാവുന്ന ഒരു സംഭാഷണം നമുക്കവിടെ ചേർക്കാം. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, കൈഫ ഹാലു ഐമൻ. ഐമൻ്റെ അവസ്ഥ എന്താണ്? കൈഫ ഹാലു ഐമൻ. ഐമൻ്റെ അവസ്ഥ എന്താണ്? കൈഫ ഹാലു ഐമൻ. അപ്പോൾ ഹംദാൻ പറയാണ്, ഹുവ മസ്റൂറുൻ ജിദ്ദ. ഹുവ മസ്റൂറുൻ ജിദ്ദ അൽഹംദുലില്ലാ. ഹുവ മസ്റൂറുൻ ജിദ്ദ. അവൻ വളരെ സന്തോഷവാനാണ്, അൽഹംദുലില്ലാ.